നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെള്ളത്തണ്ട് അതല്ലെങ്കിൽ മഷിത്തണ്ടിനെ കുറിച്ചാണ്. ഇതിനെ വെറ്റില പച്ച എന്നും പറയാറുണ്ട്. പൈപ്പറേസിയ ഫാമിലിയിലെ പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം പെപ്പറോമിയ പെലുസിഡ എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ തോയഗന്ധ വർഷാഭു എന്നെല്ലാം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ഔഷധിയാണ് മഷിത്തണ്ട് ചെടി. 1 വർഷം വരെ ആയുസ്സുള്ള ഒരു ചെടിയാണിത്. ഏകദേശം 15 തൊട്ട് 45 സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾ തിളക്കമാർന്നതും ഹൃദയാകാരത്തിലുമാണ്. ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഒരുപാട് ജലാംശം അടങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഇലകളും തണ്ടും പണ്ടുകാലങ്ങളിൽ സ്ലേറ്റ് മായ്ക്കാനായി ഉപയോഗിച്ചിരുന്നു. ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നു എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായി സ്കൂളുകളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ് കരുതപ്പെടുന്നത്. കടുകിൻ്റെ ഗന്ധമുള്ള ചെറിയ ഡോട്ട് പോലുള്ള ഫലങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഇതിൻ്റെ പൂക്കൾ ചെറുതും ബ്രൗൺ നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ആഹാരമായും ഔഷധമായും ഉപയോഗിക്കാവുന്ന ഒരു സസ്യമാണിത്. ചായ, സാലഡ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഈ സസ്യം ഉപയോഗിക്കാവുന്നതാണ്. ബീറ്റാ സൈറ്റോസ്റ്റിറോൾ, ടാനിൻ, പ്രോട്ടീൻ തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇലയും തണ്ടുമാണ് പ്രധാനമായ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, നേത്രരോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇത് ഉത്തമമായൊരു ഔഷധമാണ്. പനി, ചുമ, തലവേദന, നേത്രരോഗങ്ങൾ, വയറുവേദന തുടങ്ങിയ അസുഖങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് ഈ സസ്യത്തിൻ്റെ കഷായം ഫലപ്രദമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾക്കും ഇത് ഉത്തമമായൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. മഷിത്തണ്ട് നമ്മൾക്ക് വളരെ നിസ്സാരമായൊരു ഔഷധമായിട്ടാണ്. ആർക്കും ഒരു വെയിറ്റ് ഇല്ല അതിന്. പക്ഷെ അതിന് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഈ മുഖക്കുരു രോഗത്തിന് ഇത് അരച്ചിട്ട് പരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും. ഇതിൽ ഈ വെള്ളം ധാരാളം ജലാംശം ഉള്ളതാണ്. പിന്നെ ഈ കൺജങ്ക്റ്റിവൈറ്റീസ് അതുപോലെ നേത്രരോഗം ഉണ്ടെങ്കിൽ ഇതിന് വരുന്ന നീരിടിച്ച് കഴിഞ്ഞാൽ കണ്ണിൽ ഒറ്റിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് മാറും. പിന്നെ ഇതിനൊരു ഗുണമുള്ളത് ഈ യൂറിക് ആസിഡ് ലെവൽ വളരെയധികം കുറയ്ക്കുക. അതായത് ഇൻറ്റേർണൽ മെറ്റബോളിസം കറക്റ്റ് ആക്കുക എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ സ്വരസം എടുത്തിട്ട് ലേശം തേൻ ചേർത്ത് ദിവസേന കഴിച്ച് ഒരു മാസം കഴിച്ചാൽ മതി. ഏകദേശം നല്ല രീതിയിൽ യൂറിക് ആസിഡ് കുറയും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഈ മുറികളുണ്ടെങ്കിൽ, ശരീരത്തിൽ വല്ല മുറി ഉണ്ടെങ്കിൽ ഇത് അരച്ച് പരട്ടുക അല്ലെങ്കിൽ ഇതിൻ്റെ കഷായം വെച്ചിട്ട് ധാര ചെയ്യാം. പക്ഷേ ഇതൊരു കാര്യമുണ്ട്, ഇത് ഗർഭിണികൾക്ക് ഉപയോഗിക്കരുത്. ഇതിൻ്റെ ഒരു ആൽക്കലോയിഡ് ഗർഭിണികൾക്ക് അലർജി ഉണ്ടാക്കും. അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ യാതൊന്നുമില്ല ഇത് ഉപയോഗിക്കാൻ പാടില്ല. Ah